ഈ കേരള പിറവി ദിവസമായിട്ട് നമുക്ക് കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ കഥകളി കളിക്കാനായിട്ട് ഇന്ന് ഒരു മിടുക്കി കുട്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കേരള പിറവിയായിട്ട് നമ്മുടെ എല്ലാ മലയാളികൾക്കും നമുക്കും വേണ്ടിയിട്ട് ആ ഒരു പെർഫോമൻസ് കാണാം. അതിനു മുമ്പ് ആളെ വിളിച്ചിട്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ, വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ദേവമാനസ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ദേവമാനസ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് കേരള പിറവി ദിവസത്തിലാണ് ദേവമാനസ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ കഥകളിയാണ് മെയിൻ പെർഫോമൻസ് എന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, ഇതൊരു എന്താ പറയുക, ഒരു സകലകലാ വല്ലഭി തന്നെയാണ്. അതായത് ഡാൻസ് ഉണ്ട്, ഓട്ടം തുള്ളലുണ്ട്, പിന്നെ കളരി അല്ലേ? കളരി ഉണ്ട്, ചെണ്ടയുണ്ടോ? ചെണ്ടയുണ്ട്, വീണയുണ്ട് അല്ലേ? ഈ എത്ര കാലമായിട്ട് ഇപ്പോ ഈ കഥകളിയിലേക്ക് ഇറങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ 2ാം ക്ലാസ്സിൽ വെച്ച് ഇപ്പോൾ 9 വർഷം. 2ാം ക്ലാസ്സിൽ വെച്ചു. അപ്പൊ ഈ അത്ര ചെറിയ പ്രായത്തില് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട്? അതെ, ആദ്യമേ ആശാന്റെ അടുക്കൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ തീരെ കുഞ്ഞായിരുന്നു. അപ്പോൾ കലാമണ്ഡലത്തിന്റെ ബ്രാഞ്ച് ഏവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പഠനക്കളരിയിൽ കഥകളി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാർ ആ ടൈമിൽ എന്നെ വീണ്ടും വിളിച്ചു, വന്ന് ചേരാൻ പറഞ്ഞു. അപ്പോൾ വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ പ്രായം അതിന് കറക്റ്റാണ്. അതെ അതെ, ഫ്ലെക്സിബിൾ ആവും. ചേച്ചിക്ക് കഥകളി ഓട്ടം തുള്ളൽ അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഞാൻ ചേമഞ്ചേരി കുഞ്ഞിരാമാഷ എടുത്തു. ആ ശരി, പഠിച്ചിരുന്നോ? കുറച്ച്. ഏത് ഓട്ടം തുള്ളലോ കഥകളി? ഓട്ടം തുള്ളൽ. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഓട്ടം തുള്ളല് ഇപ്പൊ പഠിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി ഓട്ടം തുള്ളൽ ദേവമാനസ? ഞാൻ സത്യത്തിൽ ഓട്ടം തുള്ളൽ പഠിച്ചത് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പഠിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ അരങ്ങേറ്റം വേണ്ടിയിട്ട് പഠിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു കലാരൂപം ഒക്കെ ഉണ്ടല്ലോ കയ്യിൽ, അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ മോഹം ഉണ്ടോ? അതെയോ? ആ, ചെറുതായിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വരുമ്പോ തീർച്ചയായിട്ടും അഭിനയിക്കാൻ മോഹം വന്നിരിക്കും. അതെ, അഭിനയിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ വേഷങ്ങള് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ അടിപൊളിയാ. അപ്പൊ ഇനിയിപ്പോ ഇപ്പൊ പേര് പറയുന്ന സിനിമകൾ ഏതെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട്? തട്ടുംപുറത്ത് അച്യുതൻ, ലാൽ ജോസ് സാറിന്റെ പടത്തില് ഒരു ഡാൻസ് സീൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രേമസൂത്രം, അങ്ങനെ ചെറിയ ചെറിയ പടങ്ങളിലുണ്ട്. അപ്പൊ ഇനി ആ ഒരു കരിയറും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ട്. ഈ നമ്മള് കഥകളിയില് ഒരു മെയിൻ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ കണ്ണിന്റെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്കിപ്പോ മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതായത് ഒരു ദേഷ്യത്തിലല്ലേ അത് വരിക? അതെ, ദേഷ്യത്തിലാണ്. അതെ. ഈ ഇവിടത്തെയോ? ഇവിടെ അങ്ങനെ എന്തോ ഇളക്കില്ല, നമ്മളിങ്ങനെ ഈ ചുണ്ട് ഇങ്ങനെ താഴ്ത്തിക്ക് അങ്ങനെ എന്തോ ഒരെണ്ണം ഇല്ലേ മാഷെ? ഇങ്ങനെയാ ഇങ്ങനെ? ശോകം. അത് തന്നെ. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു നമുക്ക് മാഷിനോട് ഇനി കൂടെ വന്നിരിക്കുന്നവരെ പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ കഥകളി മാഷ് അല്ലേ? മാഷിന്റെ പേര് കലാമണ്ഡലം കൃഷ്ണപ്രസാദ്. മാഷെ പറയൂ, ഈ കുഞ്ഞു നാളിൽ വന്നതാണ് ദേവമാനസ. അപ്പൊ എങ്ങനെയാണ് ഈ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച്, കാരണം മനസ്സിലാക്കിപ്പിക്കാൻ ആ പ്രായത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ? ദേവമാനസയോടൊപ്പം ചേർന്ന് കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ച് പേര് നല്ല ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ അവർ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും നല്ല ഗ്രഹീത ശേഷിയുള്ള അവരുമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഈ ഇപ്പൊ നമ്മള് ദേവമാനസയെ കൊണ്ട് ആ എക്സ്പ്രഷൻ ചെയ്യിപ്പിച്ചല്ലോ, അത് അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ടോ? കണ്ണ്, ഈ കവിള്? തീർച്ചയായിട്ടും അഭിനയ കലയെന്നല്ലേ കഥകളി എന്ന് പറയുന്നത്. നല്ല കായിക അധ്വാനമുള്ള ഒരു കലയാണ് കഥകളി. അതെ. മാഷിന്റെ ഒരു എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ കണ്ടാൽ കൊള്ളാം. നവരസത്തിലെ മാഷിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നമുക്ക് വേണ്ടി ഒന്ന് ചെയ്യൂ. ഞാൻ ഭയാനകം ചെയ്യാം. ഓക്കെ, ശരി. താങ്ക് യു. ഒരുപാട് സന്തോഷം.
കാരണം ഒരു കഥകളി എന്ന് പറയുമ്പോൾ ഇത്രയും നാളും അത് അഭ്യസിച്ച ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ കലയോടുള്ള സ്നേഹം നമുക്ക് എത്രത്തോളാണെന്ന് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്കിനി അമ്മ എന്ന നിലയിൽ ചോദിക്കാനുള്ളത്, അതായത് ഈ കഥകളിയിലേക്ക് ഇങ്ങനെ ദേവമാനസിക്ക് ഒരു ആഗ്രഹം തോന്നുമ്പോൾ, വിടണം എന്ന് തോന്നുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ മൂത്ത കാരണവന്മാരായിരുന്നു കഥകളി പാട്ടുകാരെന്നറിയപ്പെടുന്ന കേരളത്തിലെ ഇറവങ്കര ഉണ്ണിത്താന്മാർ. അത് എൻ്റെ അപ്പൂപ്പന്മാരാണ്. അത് ശരി. അപ്പം ഞാൻ എല്ലാവരും നമ്മുടെ വീട്ടിൽ കലാപരമായ മേഖലയിലുള്ളതായിരുന്നു. ഞാനും അന്നത്തെ സമയത്ത് കഥകളി പഠിച്ചിട്ടില്ലെന്നുള്ളൂ. ഡാൻസ്, മോണോ ആക്ട്, കഥാപ്രസംഗം എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മൂമ്മ പറയുമായിരുന്നു, മോളെ പഠിപ്പിക്കണമെന്ന് പറയായിരുന്നു. അങ്ങനെ പിന്നെ കഥകളി പഠിച്ചു. ആ സമയം തന്നെ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഡാൻസ് പിന്നെ മോഹിനിയാട്ടം വരെ കഴിഞ്ഞിപ്പം ഐറ്റം മാത്രമാക്കി നിർത്തുന്നു 10ാം ക്ലാസ് ആയതുകൊണ്ട്. ഇപ്പൊ ഇത്രയും കഥകൾ കേട്ടപ്പോ മനസ്സിലായി ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ. അതെ അതെ, പാരമ്പര്യമായിട്ട് കിട്ടിയൊരു വാസനയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും നല്ലൊരു ഫാമിലിയിൽ ജനിക്കാൻ പറ്റിയതും എനിക്ക് തോന്നുന്നു ദേവമാനസയുടെ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. ഇനി ഇതാരാണ് കൂടെ വന്നിരിക്കുന്നത്? നമ്മുടെ ഒരു ഫ്രണ്ടാണ്. പേര്? എൻ്റെ പേര് ഷാഹിദ്. ഷാഹിദ്. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് ഷാഹിദിനും സ്വാഗതം. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് പെർഫോമൻസ്, കഥകളി പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. പൂർണ്ണമായിട്ടും ഇപ്പോൾ വേഷമൊക്കെ മാറി കഥകളി വേഷത്തിൽ വരാൻ പോവാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും പെർഫോമൻസ് കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച്.